ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ആദ്യം തന്നെ KPESRB അഥവാ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ കുറിച്ച് ഒന്ന് ഷോർട്ടായി പറയാം. കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള വിവിധ പബ്ലിക് സെക്ടർ യൂണിറ്റുകളിലേക്കുള്ള വേരിയസ് ജോബ് പോസ്റ്റുകളിലേക്ക് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഈ ഒരു പോർട്ടൽ വഴിയാണ്. ഓരോ പബ്ലിക് സെക്ടർ യൂണിറ്റുകളിലേക്കും ജോബ് വേക്കൻസി വരുന്നതനുസരിച്ച് ഇതിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഈ ഒരു പോർട്ടലിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കേരള PSC വെബ്സൈറ്റിൻ്റെ അതേ രീതിയിലുള്ള സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ആദ്യം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക, ശേഷം നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് ഓരോ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുവരെയും KPESRBയിൽ വൺ ടൈം രജിസ്റ്റർ ചെയ്യാത്തവരുടെ ശ്രദ്ധയ്ക്ക് എങ്ങനെയാണ് വൺ ടൈം രജിസ്റ്റർ ചെയ്യുന്നതെന്ന് കൃത്യമായി നോക്കി മനസ്സിലാക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുവാനും ആപ്ലിക്കേഷൻ അയക്കുവാനും സാധിക്കുന്നതാണ്. ആദ്യം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയെന്ന് പറയാം. ആധാർ കാർഡ് നമ്പർ ഉണ്ടായിരിക്കണം, വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ദെൻ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും റീസെൻ്റ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോയുടെ ഫയൽ സൈസ് മാക്സിമം 50 KB വരെ ആകാം. JPG ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. പിക്സൽ 150 വിഡ്ത്ത് ഇൻറ്റു 200 ഹൈറ്റ് ആയിരിക്കണം. സിഗ്നേച്ചർ ഫയൽ സൈസും 50 KB വരെയാണ്. JPG ഫോർമാറ്റ്, പിക്സൽ ഡയമെൻഷൻ 150 വിഡ്ത്ത് ഇൻറ്റു 100 ഹൈറ്റ് ആണ്. കൂടാതെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ടാകണം. അതായത് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ 1 MBക്കുള്ളിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുക, അതും അപ്ലോഡ് ചെയ്യണം. ദെൻ ജനറൽ സർട്ടിഫിക്കറ്റ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഏജ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതല്ല എങ്കിൽ റീസെൻ്റ്ലി എല്ലാവരും ഏജ് തെളിയിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് SSLC സർട്ടിഫിക്കറ്റ് ആണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ദെൻ പിന്നീട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഏത് കമ്മ്യൂണിറ്റി ആണോ നിങ്ങൾ കൊടുക്കുന്നത് ആ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ സ്കിൽ ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുകൂടി കയ്യിൽ കരുതുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ ഫോട്ടോയും സിഗ്നേച്ചറും എങ്ങനെ റീസൈസ് ചെയ്യാം, സർട്ടിഫിക്കറ്റ് എങ്ങനെ PDF ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം തുടങ്ങിയതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒരെണ്ണം ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആദ്യം അത് കണ്ടു നോക്കുക. ദെൻ ആദ്യം നമ്മളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ഫോർമാറ്റിൽ സെറ്റാക്കി വെച്ചതിന് ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കുക. അടുത്തതായി KPESRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാമെന്നാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ KPESRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ദെൻ ഇവിടെ താഴെയായി അപ്ലൈ നൗ, രജിസ്റ്റർ എന്ന 2 ഓപ്ഷൻസ് കാണാം. ഇതിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ശേഷം തുറന്നു വരുന്ന ഈ ഒരു പേജിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ പ്ലീസ് ഫിൽ ദ ഫോം ബിലോ എന്ന ബോക്സിൽ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ്, അതായത് ആധാറിൽ എങ്ങനെയാണോ നിങ്ങളുടെ നെയിം ഉള്ളത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ദെൻ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ദെൻ ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. ശേഷം നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള മെയിൽ ID എൻ്റർ ചെയ്യുക, ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ KPESRB പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്നതിനാവശ്യമായി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. ദെൻ എന്താണോ പാസ്വേഡ് എൻ്റർ ചെയ്തത് അത് തന്നെ കൺഫേം പാസ്വേഡിൽ എൻ്റർ ചെയ്യുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക.
അടുത്തതായി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യണം. ആദ്യം മൊബൈൽ നമ്പറിന് നേരെയുള്ള വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അതവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയി ഒരു ഗ്രീൻ ടിക്ക് വരുന്നതാണ്. ദെൻ ഇമെയിൽ ഐ ഡിക്ക് നേരെയുള്ള വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. മെയിലിലേക്കും OTP വരും. അത് എൻ്റർ ചെയ്യുക. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. മെയിൽ ഐ ഡിയും വെരിഫൈ ആയി ഗ്രീൻ ടിക്ക് വരും. ശേഷം താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തന്നെയാണ് നിങ്ങളുടെ യൂസർ നെയിം. പാസ്വേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഏതാണോ ആ പാസ്വേഡ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ദെൻ സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇവരുടെ ഈ ഒരു പോർട്ടലിൽ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം തന്നെ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേഷനാണ്. ഇതിനായി ഈ പേജിൻ്റെ ടോപ്പ് ലെഫ്റ്റിലായിട്ട് 3 വരകളുള്ള ഒരു ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹോമിന് താഴെ മൈ പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പ്രൊഫൈൽ എൻട്രി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ ആദ്യം തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഓരോ ഡീറ്റെയിൽസും വളരെ കൃത്യമായി തെറ്റൊന്നും കൂടാതെ തന്നെ എൻ്റർ ചെയ്യാനായി ശ്രദ്ധിക്കുക. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്യുക. ദെൻ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ നമ്പറും കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിലായിട്ട് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ആ ഒരു യെല്ലോ ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ് ഓപ്പണായി വന്നിട്ടുള്ളത്. പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. ദെൻ സക്സസ്ഫുള്ളി ഇമേജും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാവുന്നതാണ്. ഏത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണോ നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ 1 MBക്കുള്ളിൽ വേണം അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ SSLC മുതലുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഓരോ സർട്ടിഫിക്കറ്റും ആഡ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതെല്ലാം ആഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഓരോ ഡീറ്റെയിൽസും നിങ്ങൾക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ അടുത്തതായിട്ട് എല്ലാം ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ഓരോ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അവിടെ സേവ് ആകുന്നതാണ്. ദെൻ ഓരോ ക്വാളിഫിക്കേഷനും ആഡ് ചെയ്തതിന് ശേഷം അടുത്തതായി എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റും PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. ദെൻ ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫയൽ സൈസ് 200 KBക്കുള്ളിലായിരിക്കണം. PDF ഫോർമാറ്റിലായിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്. ദെൻ ജനറൽ സർട്ടിഫിക്കറ്റ് ആണ് അടുത്തതായി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. ഏജ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ ആദ്യം ചോദിച്ചിട്ടുള്ളത്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അതല്ല എങ്കിൽ ഏജ് തെളിയിക്കുന്നതിന് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് അഥവാ SSLC സർട്ടിഫിക്കറ്റ് ആണ്. സോ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ SSLC സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യുക. ദെൻ അടുത്തതായി ചോദിച്ചിട്ടുള്ളത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നവരാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഏജ് റിലാക്സേഷനൊക്കെ വേണ്ടിയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇവർ ചോദിക്കുന്നത്. ദെൻ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യുക. ഈ 2 സർട്ടിഫിക്കറ്റുകളും 200 KBക്കുള്ളിൽ PDF ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഫയൽ ചൂസ് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്ന ആ ഒരു ബോക്സിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കുമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫയൽ അവിടെ സേവ് ആകുന്നത്. ദെൻ വ്യൂ ഡേറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദെൻ നിങ്ങൾ ആഡ് ചെയ്ത ഫയൽ തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്
റിമൂവ് ചെയ്ത് അടുത്ത ഫയൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ ഏറ്റവും അവസാനമായിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് സ്കിൽ ഡീറ്റെയിൽസ് ആണ്. സ്കിൽ ഡീറ്റെയിൽസിൽ നിങ്ങൾ ഏത് സ്കില്ലാണോ അച്ചീവ് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്കിൽ കൊടുക്കുക. ദെൻ ഏത് ഓർഗനൈസേഷനിൽ നിന്നാണോ നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് ലഭിച്ചിട്ടുള്ളത് ആ ഓർഗനൈസേഷൻ നെയിം കൊടുക്കുക. ദെൻ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി 1 MB PDF ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യേണ്ടത്. ദെൻ സബ്മിറ്റ് ചെയ്യുക. അഡീഷണൽ സ്കിൽസ് ഉണ്ടെങ്കിൽ ആഡ് ന്യൂ സ്കിൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓരോ സ്കില്ലും ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ ഡീറ്റെയിൽസും വളരെ കൃത്യമായി തെറ്റുകൂടാതെ തന്നെ എൻ്റർ ചെയ്യുക. പ്രത്യേകിച്ചും നിങ്ങളുടെ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആയിക്കൊള്ളട്ടെ, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആയിക്കൊള്ളട്ടെ, സ്കിൽ ഡീറ്റെയിൽസ് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടി തെറ്റുകൂടാതെ തന്നെ എൻ്റർ ചെയ്യുക. വൺസ് നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റർ ചെയ്ത നിങ്ങളുടെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം മൈ പ്രൊഫൈലിലെ പ്രൊഫൈൽ പ്രിവ്യൂ എന്ന മെനുവിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മൈ പ്രൊഫൈലിലുള്ള പ്രൊഫൈൽ എൻട്രി എന്ന മെനുവിൽ ചെന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം എഡിറ്റ് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണ്, കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് അയക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായി ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്, അതിൽ ഏതിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നെല്ലാം ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനായി നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴേക്കും ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓഫീസ് അറ്റൻഡൻ്റ് എന്ന വേക്കൻസി ആ ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ നോക്കുന്നത്. ചെക്ക് എലിജിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അപ്ലൈ നൗ എന്ന് കാണാം. കാര്യം നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനും SSLC ആണ്. അതുകൊണ്ടാണ് അവിടെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ അപ്ലൈ നൗ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്വാളിഫിക്കേഷൻ റിക്വയർഡ് 10th ലെവൽ, ക്വാളിഫിക്കേഷൻ അക്വയർഡ് SSLC ജനറൽ അതിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അപ്ലൈ വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ എന്ന് കാണിച്ചിരിക്കുന്ന ആ ഒരു ബ്ലൂ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി കാറ്റഗറിയും പോസ്റ്റ് നെയിമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഇൻഡസ്ട്രിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്നും കൊടുത്തിട്ടുണ്ട്. അടുത്തത് അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബ്ലൂ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും താഴെയായിട്ട് പ്രൊസീഡ് ടു പേ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ഇതിന് 200 രൂപയാണ് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. SC/ST കാറ്റഗറിയിലുള്ളവർക്ക് 50 രൂപയാണ് ഫീ. മറ്റെല്ലാ കാറ്റഗറിയിലുള്ളവർക്കും 200 രൂപയാണ് ഫീസ് വരുന്നത്. ഇവിടെ ആപ്ലിക്കേഷൻ അയക്കുന്നതിനായി പ്രൊസീഡ് ടു പേ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും പേയ്മെൻറ്റ് ഗേറ്റ്വേ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കാനറ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങൾക്ക് വിവിധ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഇവിടെ കാണാനായി സാധിക്കുന്നുണ്ട്. ഇതിലേത് പേയ്മെൻറ്റ് ഗേറ്റ്വേ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ്സ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് വരുന്നുണ്ട്, UPI വരുന്നുണ്ട്, വാലറ്റ്, QR കോഡ്, നെഫ്റ്റ് ഓർ RTGS. ഇതിലേത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉപയോഗിച്ചാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങളുടെ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എക്സ്പിറേഷൻ ഡേറ്റും CVV ഓർ CVC അത് നിങ്ങളുടെ കാർഡിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാകുന്ന 3 അക്ക നമ്പറാണ്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ കാർഡ് ഹോൾഡർ നെയിം അതും നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കാർഡ് തന്നെ വേണമെന്നൊന്നുമില്ല. പാരൻറ്റിൻ്റെ കാർഡാണെങ്കിലും അത് ചൂസ് ചെയ്യുക. കാർഡ് ഹോൾഡർ നെയിം ആ കാർഡിൽ ആരുടെ നെയിമാണ് ഉള്ളത് ആ നെയിം വേണം എൻ്റർ ചെയ്ത് കൊടുക്കാൻ. ദെൻ മേക്ക് പേയ്മെൻറ്റ് ഫോർ 200 എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ അടുത്തത് വേറൊരു പേജിലേക്കായിരിക്കും വരുന്നത്. അവിടെ പിന്നീട് നിങ്ങൾക്ക് OTP ഒക്കെ പോയി അത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കായിരിക്കും OTP പോകുന്നത്. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
ദെൻ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതാണോ പേയ്മെൻറ്റ് ഗേറ്റ്വേ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും റിഫ്രഷ് ചെയ്യുവാനോ ബാക്ക് അടിക്കുവാനോ പാടില്ല. വൺസ് നിങ്ങളൊരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ഹോമിന് താഴെയുള്ള ആപ്ലിക്കേഷൻ എന്ന ഐക്കണിൽ മൈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് അറിയാൻ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന ഡൗൺലോഡ് കോൾ ലെറ്ററിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ പ്രൊഫൈൽ ഉപയോഗിച്ച ശേഷം ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. KPESRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്